നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആക്ഷണബിൾ സ്റ്റെപ്സ് വഴി എങ്ങനെ ഇത് ഒഴിവാക്കാമെന്ന് പറയാം. അതായത് നമുക്ക് ഇന്ന് ചെയ്യണ്ട, എൻ- കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, ഇനി നാളെ നാളെ നീളെ നീളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇങ്ങനത്തുള്ള ഈ ഒരു പരിപാടി നമുക്ക് ഒഴിവാക്കണം. ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി ഇതാണ് ഈ വീഡിയോയുടെ ഗോള്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് ഡൽവിൻ സിരാജു. ഈ വീഡിയോ ലൈഫ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള പ്ലേലിസ്റ്റിലത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് പോയിട്ടൊന്ന് കാണുക. പിന്നെ ഈ ചാനൽ എന്തിനാണ് തുടങ്ങിയിരിക്കണമെന്ന് വെച്ചാൽ എൻ്റെ 10ാം ക്ലാസ് തൊട്ടിട്ട് 10ാം ക്ലാസ്സല്ല അതിൻ്റെ അടിയിലോട്ടിട്ട് പ്രൊഡക്ടിവിറ്റി, അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ള 24 മണിക്കൂറാണ്, എല്ലാവർക്കും ഒരു ദിവസമുള്ള 24 മണിക്കൂറാണ്. ആ ഒരു ഈച്ച് ഡേ കമ്പോണൻ്റ് ഓഫ് ഈച്ച് ഡേ നമ്മൾ എത്ര യൂട്ടിലൈസ് ചെയ്യണം, എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, അതാണ് നമ്മളുടെ റിസൾട്ടും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. സോ ഞാൻ അതുകൊണ്ടിട്ട് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്തു, എന്നിട്ട് ഞാൻ തന്നെ ഫെയിൽ ചെയ്തു. ഞാൻ ചിലപ്പോൾ ചിലതിൽ നല്ല സക്സസ് ഉണ്ടാവും. സോ വാട്ട് ഈസ് ഇൻ ദിസ് ചാനൽ ഈസ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫെയിലിയേഴ്സ് ലെസൺസ് ആയിട്ടും അതുപോലെ സക്സസ് വിഷ്ടമായിട്ടാണ് ഷെയർ ചെയ്യണത്. പിന്നെ എന്താണ് ഈ 24 മണിക്കൂറിൽ നല്ല പ്രൊഡക്റ്റീവ് ആയവരാണ് എന്തായാലും ജയിക്കുക എന്ന് പറഞ്ഞു. ബട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ വെറുതെ അങ്ങോട്ട് ജയിക്കൊന്നുമില്ല. നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷനെ ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും കുരുക്കിലായിട്ടിരിക്കുന്ന പോലെ തോന്നും. സോ വാട്ട് ഈസ് പ്രോക്രാസ്റ്റിനേഷൻ? പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് മാറ്റി മാറ്റി വെക്കുക. ഇന്ന് ചെയ്യേണ്ട, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് ചെയ്യാം. നമ്മുടെ ഉള്ളിൽ ഒരു തരത്തിലുള്ള മടിയാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ. സോ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ 24 മണിക്കൂറിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആവണതിൻ്റെ എതിരെ ഈ ഇവൻ പ്രവർത്തിക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ ആക്ഷണബിൾ സ്റ്റെപ്സാണ് എടുക്കാൻ പോണത് ഇതിനെ ഒഴിവാക്കാനുള്ളത്. സെഗ്മെൻറ്റ് 1, ബ്രേക്ക് ടാസ്ക്സ് ഇൻ ടു സ്മോൾ സ്റ്റെപ്സ്. ഫൈൻഡ്, ഡിവൈഡ്, ആക്ഷൻ, റിവാർഡ്. ഇത് 4 സ്റ്റെപ്പാണ്. നമ്മുടെ എന്തൊരു ടാസ്ക് കിട്ടിയാലും നിങ്ങളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ വലിയൊരു കാര്യം പഠിക്കാണ്ട് വിചാരിക്കുക, ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാണ്ട് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഫിസിക്സാണ് പഠിക്കണം, BSc ഫിസിക്സ്. അപ്പോൾ അതിൽ നിന്നൊരു വലിയൊരു ചാപ്റ്റർ പഠിക്കാണ്ട് വിചാരിക്കുക. അത് ഞാൻ പഠിക്കുകയാണെങ്കിൽ ആദ്യം അതിനെ ഞാൻ മാനേജബിളായിട്ടുള്ള ചെറിയ ഭാഗങ്ങളായിട്ട് മുറിക്കും. സോ ഞാൻ മുറിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ആ ആക്ഷൻ ഇടുമ്പോൾ ചെറിയൊരു പാർട്ട് നമ്മൾ ആക്ഷൻ ഇട്ടാൽ മതി. സോ അത് ആക്ഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയൊരു റിവാർഡ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നല്ല സ്നാക്സ് പോയി കഴിക്കുക. ഞാനൊക്കെയാണ് അങ്ങനെയാണ് ചെയ്യാറ്. അല്ല സ്നാക്സ് കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് എൻവയോൺമെൻറ്റ് ആയിട്ട് പിന്നെ പ്രകൃതി രമണീയമായിട്ട് ഇങ്ങനെ ഇരിക്കുക. സോ അതൊക്കെ ഒരു നല്ലൊരു റിഫ്രഷിങ് ഓർ റീചാർജിങ് ആണ്. സെഗ്മെൻറ്റ് 2, യൂസ് പോമഡോറോ ടെക്നിക്ക്. പോമഡോറോ ടെക്നിക്കിനെ കുറിച്ചിട്ട് നമ്മൾ കുറേ നാളായിട്ട് പറയാൻ തുടങ്ങിയതാണ്. കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ പോമഡോറോ ടെക്നിക്ക് എന്താ? നിങ്ങൾ 25 മിനിറ്റിൻ്റെ ബ്രേക്ക്, മീൻസ് 25 മിനിറ്റിൻ്റെ പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഫിസിക്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞവരാണ് ഇപ്പോൾ അത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ 25 മിനിറ്റ് പഠിക്കുകയാണെങ്കിൽ ആ ഒരു അടുത്തൊരു 5 മിനിറ്റ് നിങ്ങൾ വീണ്ടും പഠിക്കുകയായിരുന്നാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തായാലും പോകും. ഉറപ്പാണ്. അത് നമ്മുടെ ശരിക്കുള്ള സയൻറ്റിസ്റ്റുകൾ സ്റ്റഡി ചെയ്തതാണിത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ 25 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ടൈമർ ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. 25 മിനിറ്റ് വയ്ക്കുക, എന്നിട്ട് 5 മിനിറ്റ് ടൈമർ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 25 മിനിറ്റ് വയ്ക്കുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെന്താ ബ്രോ ഇങ്ങനെ കുറേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണോ, ഇതിനൊരു അന്തില്ലേന്ന് ചോദിക്കും. ഉണ്ട്. 4 സൈക്കിളാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകളൊക്കെ ഇതിനു വേണ്ടി പറഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിലും ഒരു 4 സൈക്കിൾ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയൊരു ബ്രേക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു അരമണിക്കൂർ ഒരു ബ്രേക്ക് എടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ വലിയ ലോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് പോമഡോറോ ടെക്നിക്ക്. സെഗ്മെൻറ്റ് 3, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കളയാനുള്ള ഒരു മെയിൻ സാധനമാണ് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വരിക നമ്മുടെ ആൾക്കാരൊന്നും ആവില്ല, ഒരിക്കലല്ല. നമ്മുടെ ഫോണാണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ. സോ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ചെയ്യേണ്ടതുള്ളൂ. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഫുൾ ഓഫ് ചെയ്യുക. ഇതെന്തിനാണ്? നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെസ്സേജസൊക്കെ വാട്സാപ്പിൽ, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാത്രം പിൻ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ടെക്നോളജിനെ എതിരെയുള്ള കുറേ ആപ്പുകളുണ്ട്. ഫോർ എക്സാമ്പിൾ 1 sec എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതായത് നമ്മളെ ഏത് ആപ്പ് തുറക്കുകയാണെങ്കിലും ഒരു ബ്രീത്ത് എടുക്കാൻ പറയും.
എന്നിട്ട് നിങ്ങൾക്ക് തുറക്കണ്ടേന്ന് നിങ്ങൾ പറയും. അത് നല്ലൊരു ആപ്പാന്ന് എനിക്ക് തോന്നി. സെഗ്മെൻറ്റ് 4 സെറ്റ് ക്ലിയർ ഡെഡ് ലൈൻസ്. ഡെഡ് ലൈൻസ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എനിക്കിന്ന് പഠിക്കാനുണ്ട്, ഫിസിക്സ് തന്നെയാണ് പഠിക്കാനുള്ളത്, ആ എക്സാമ്പിൾ പറഞ്ഞ കാരണം അതന്നെ എടുക്കാം. അപ്പോൾ അത് പഠിക്കാനുള്ള കാരണം ഞാൻ ഇന്ന് 4 മണിയുടെ ഉള്ളിൽ അത് തീർക്കും. അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ബട്ട് ഞാനത് അവിടെ കഴിയാൻ ചാൻസസ് 25% ഉണ്ടാവുള്ളൂ. ബട്ട് ഇഫ് യു ഗെറ്റ് എ ബഡി യുവർ ചാൻസസ് ആർ ഹൈ. ഫോർ എക്സാമ്പിൾ എൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ്, എടാ ഫിസിക്സ് പഠിക്കാനുള്ളൂ എന്നെ ഏട്ടാ, നമുക്ക് 4 മണിയുടെ ഉള്ളിൽ ഇതങ്ങോട്ട് കഴിപ്പിക്കാം. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് പിയർ പ്രഷർ കിട്ടുകയാണ്. ഈ നെഗറ്റീവ് പിയർ പ്രഷറാണ് നമ്മുടെ കള്ള്, അതുപോലെ തന്നെ കഞ്ചാവ്, അതുപോലത്തെ ചീട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വിളിക്കും. അവർ പിയർ പ്രഷർ ഇടുമ്പോൾ നമ്മൾ തന്നെ അതിലേക്ക് വരും. സോ ഇഫ് യു ആർ സർക്കിൾഡ് ഇൻ എ ഗ്രേറ്റ് പീപ്പിൾ യു വിൽ get a great chances of probability that you become successful. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചുറ്റുമുള്ള 5 ആൾക്കാരാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുക എന്ന് പറയണ ചെറിയൊരു മെജോറിറ്റി അങ്ങനെയാണെന്ന് പറയണ ഒരു തിയറി ഉണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഫീൽഡിൽ. സോ നമ്മളെപ്പോഴും പോസിറ്റീവ് പിയർ പ്രഷർ ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്തെല്ലാം നല്ലതിലേക്ക് വരുള്ളൂ. സെഗ്മെൻറ്റ് 5 വിഷ്വലൈസ് ദ എൻഡ് റിസൾട്ട്. എന്താ സംഭവം വെച്ചാൽ ഇത് നമ്മുടെ യോഗയിലൊക്കെ ഞങ്ങൾ ഓരോ കോമ്പറ്റീഷൻ വരാൻ പോകുമ്പോൾ എൻ്റെ ബെന്നി മാഷ് ഒരു റൂമിൽ എല്ലാവരും നിർത്തിയിട്ട് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കും, വിഷ്വലൈസ് ചെയ്യിപ്പിക്കും. ബട്ട് അവിടെ എന്താണ് ഉണ്ടാകാൻ പോണെന്ന് വെച്ചാൽ വാട്ട് യു തോട്ട് ഈസ് ദാറ്റ് യു ബിക്കം. ഫേമസ് ആയിട്ടുള്ള ആൾ പറഞ്ഞതാണ് ബുദ്ധൻ പറഞ്ഞതാണ്, എന്താണ് നിങ്ങൾ ചിന്തിക്കണേ അതാണ് നിങ്ങൾ എന്തായാലും ആവാൻ പോകണേ. സോ നമ്മളതൊന്ന് വിഷ്വലൈസ് ചെയ്യുക, എന്താണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത് അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ 4 മണിക്ക് അത് പഠിച്ച് കഴിയും. ഓക്കെ സെറ്റ്. അങ്ങനെ കണ്ണടച്ചിട്ടാ അങ്ങനെ ചെറിയൊരു ബ്രീത്തൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് എന്തായാലും അത് വർക്കൗട്ട് ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതൊന്ന് ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം വെച്ചിട്ട്. സെഗ്മെൻറ്റ് 6 2 മിനിറ്റ് റൂൾ. നമ്മുടെ വീഡിയോൻ്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള റൂളിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കാൻ പോണത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ പറയാൻ പോണത്. നിങ്ങളെല്ലാവരും അലേർട്ടായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. 2 മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര ഉള്ളൂ. അത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം, ബട്ട് നിങ്ങൾക്കത് ചെയ്യാൻ നല്ല മടിയുണ്ട്, പ്രോക്രാസ്റ്റിനേഷനാണ്. ബട്ട് യു വാണ്ട് ടു സെറ്റ് എ ലിമിറ്റ് ദാറ്റ് നിങ്ങൾ 2 മിനിറ്റ് ആ വർക്ക് ചെയ്യണം. 2 മിനിറ്റ് ആ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ 2 മിനിറ്റെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുക. അതിന് ഫ്രിക്ഷൻ കുറവാണ്. നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യും, കുഴപ്പമില്ല. 2 മിനിറ്റ് നിങ്ങൾ വർക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണോ വേണ്ടതെന്ന്. ആ വർക്ക് ഇനി തുടരണോ അതോ വേണ്ടതെന്ന്. ഞാനത് പലപ്പോഴും എൻ്റെ ഞാൻ എല്ലാ ദിവസവും യോഗ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ യോഗ ചെയ്യാൻ പോകുമ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ ആ സൂര്യ നമസ്കാരം ഒന്ന് ചെയ്ത് നോക്കും. അതിന് ശേഷമാണ് പിന്നെ ഞാൻ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യണമെങ്കിൽ. ബട്ട് മെജോറിറ്റി ഓഫ് ദ ആൻസർ വിൽ ബി യെസ്. അതായത് നമ്മുടെ ഫുൾ ആൻസറും യെസ്സിലേക്ക് തന്നെയാവും പോകുന്നുണ്ടാവുക. ചെറിയൊരു ഭാഗം മാത്രം നോ, വേണ്ട വലിയ പനിയുള്ള ദിവസങ്ങളൊക്കെ ആവും. അപ്പോൾ ആ ഒരു റൂള് മോസ്റ്റ് എഫക്റ്റീവായിട്ട് എൻ്റെ ലൈഫിൽ എന്നെ ബാധിച്ചുള്ളതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങളും ഒന്ന് എടുക്കുക. 2 മിനിറ്റ് റൂൾ അത്ര അടിപൊളിയാണ്. ഓക്കെ. സെഗ്മെൻറ്റ് 7 പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നമ്മളെന്ത് കാര്യങ്ങളായാലും പ്രോക്രാസ്റ്റിനേഷൻ എല്ലാവർക്കും പറ്റും. എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് ചെയ്യാൻ പറ്റില്ല, നാളെ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എല്ലാവരും ചോദിക്കും. ഇപ്പോൾ ഞാനായാലും അങ്ങനെ ചെയ്യും. ബട്ട് നമ്മൾ എന്താ വേണ്ട വെച്ചാൽ അതൊക്കെ നമ്മൾക്ക് തിരുത്താനുള്ളൊരു മൈൻഡ് സെറ്റ്. എല്ലാ എൻ്റെ വീഡിയോയിലും അവസാനമായിട്ട് പറയുന്നത് ഇതാവും, തിങ്ക് ലൈക്ക് എ പ്രൊഡക്ടിവിറ്റി സയൻറ്റിസ്റ്റ്. അതായത് നിങ്ങൾ ഓരോ ദിവസവും വന്ന ഓരോ കാര്യങ്ങളും ഫെയിലിയർ ഒന്ന് എഴുതുക, എന്നിട്ട് ആ പ്രോബ്ലം എഴുതുക. പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു ഉത്തരം ഉണ്ടാവുക? ഒരു പ്രോബ്ലം എഴുതുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം നിങ്ങളുടെ സബ് കോൺഷ്യസ് തന്നെ ചിലപ്പോൾ തരും നിങ്ങൾക്ക്. അപ്പോൾ എനിക്കങ്ങനെ കിട്ടാറുണ്ട്. സോ നിങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് എഴുതിയിരിക്കുക. സോ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് വഴിയാണ് നമ്മൾ സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അയ്യോ ഞാൻ ഇന്ന് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തു, അങ്ങനെയല്ല, ഇന്ന് ചെയ്തു, അപ്പോൾ എനിക്ക് ഇന്ന് പഠിച്ചു എന്തോ ഒരു കാര്യം, അപ്പോൾ നാളെ ഞാൻ അത് വേറെ പഠിച്ച കാര്യം ഞാനത് തിരുത്തും എന്നുള്ള രീതിയിലായിരിക്കണം അടുത്ത ദിവസം നമ്മൾ എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തുള്ള കണ്ടൻറ്റാണ് നിങ്ങൾക്ക് ആവശ്യം. അതിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ താല്പര്യം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ
ഹൗ ടു സ്റ്റഡി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അതിൽ കുറേ കാര്യങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോ ഇവിടെ കൊടുക്കാം, ഒന്ന് കാണുക. താങ്ക് യു.